ഹലോ ഗായ്സ്, അപ്പൊ എന്റെ പേര് ആശിഷ്. ആമ അവൻ എന്റെ പേര് ആമ. ആ എന്റെ പേര് ആശിഷ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള എന്തിനാന്ന് പറഞ്ഞാല് മൂന്നാറിലേക്കുള്ളൊരു ചെറുത് അധികം വന്ന അങ്ങനത്തെ ഒരു വ്ളോഗിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ മൂന്നാറിലേക്ക് ഞാനും ഇവന് മാത്രമല്ല നാലാൾക്കാരുണ്ട്. അപ്പൊ രണ്ടാളും കൂടി ഇനി വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ മൂന്നാറിലേക്ക് പോവാം. നമ്മള് നേരെ എന്റെ വീട്ടിൽ നിന്ന് അമറിന്റെ വീട്ടിലേക്കാണ് പോണത്. അമറിന്റെ വീട്ടിൽ നിന്ന് ആരുണ്ട്? അമറിന്റെ വീട്ടിൽ ആരുണ്ട്? സാദിക്കും ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്. സാദിക്ക് നെയ്ച്ചോറ് തിന്ന് തീർക്കുന്നതിന് മുന്നേ അടത്തണം. എന്നിട്ട് അവിടെ കഴിച്ചിട്ട് വേറെ ഒരു കമ്പനിക്കാരനും കൂടി ഉണ്ട്. ഓനെ കൂട്ടിയിട്ട് നേരെ എങ്ങോട്ട് പോകണം? റെയിൽവേ സ്റ്റേഷനിൽ നേരെ ആലുവയിൽ നേരെ ബസ് കയറിയിട്ടാണ് നമ്മൾ മൂന്നാർ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫുൾ വ്ളോഗ് നമുക്ക് കാണാം. അപ്പൊ നമ്മള് നേരെ എവിടെ എവിടെത്തി അമറിന്റെ വീട്ടിലെത്തി. അമറിന്റെ വീട്ടിൽ ഇതാ ഒരു കടയാടി. അല്ല പുറത്തേ വാ. കടയാടി ഇതാണെങ്കിലും കടയാടി വീട്ടില് തൊണ്ടല്ലാത്ത കടയാടി. തൊണ്ടയിലുണ്ടാവുക ഇതാണ് ഞാൻ. തെഞ്ഞു പോയതാ കടയാടികളെ. അപ്പൊ നമ്മൾ ട്രിപ്പിൾ എല്ലാ കാര്യങ്ങളും സെറ്റ് അല്ലേ? ആണോ? ആ ഈ ഇതാണ് ഇട്ട് വരുന്നേ. അനക്ക് നമ്മളൊരു ഡെനിം അടിച്ചു. നീ കണ്ടയാടി ആടെ വെച്ചിട്ട് ഞാനല്ലേ തൂക്കി അറിയാണ്ട് പറഞ്ഞു തരാം. നമുക്ക് പോയി എടുക്കാം. നമുക്ക് നമ്മൾ ഡെനിം ഇറക്കും. അതാണ് നബീല്. ഹായ് കൊണ്ട് നെയ്ച്ചോറ് കഴിക്കാൻ വന്നാണ്. പകുതിമുക്കാലിന്റെ എത്തിക്കുന്നത്. പിന്നെ നമ്മള് കുറച്ചേ ഉള്ളൂ. നെയ്ച്ചോറ് കഴിക്കാണ്. നെയ്ച്ചോറ് തിന്നണ്ട മതോന്മന കിടക്കുണ്ടായി വെട്ടിട്ട് വായ്പന്റെ മാതിരി കിടക്കും. ഹാപ്പി ജേണി. നമ്മൾ നാളെ അല്ല ഇന്ന് പോവാണ് ഗൈസ്. ക്ലാമർ നേരെ കാട്ടിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് വരും. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ നടന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ടു ആലുവ. കണ്ടു മോനെ സീനല്ലേ നമ്മള് തല്ലി ഇട്ടാണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെ വെച്ചിലായി വന്നത് അവിടുന്ന്. ചായ കുടിച്ചിട്ട് എനർജി ഒക്കെ പോയി. മോരും വെള്ളം പോലത്തെ ഒരു ചായയും തൈര് പോലത്തെ അവിൽ മിൽക്ക്. തൈര് പോലത്തെ ഒരു അവിൽ മിൽക്കും തന്നിട്ട് നമ്മള് കടയിലെ റിവ്യൂ ചെയ്തിട്ട് കടക്കാരങ്ങ് പിടിച്ചതല്ലേ. അങ്ങോട്ട് പോവാ. ചായ കുടിച്ച് കിക്കായി. കല്ലുമക്കായില്ലേ വെറും കല്ല് പോലത്തെ സാധനം. മാവ് വെച്ച് തന്നിക്കണേ. എരിവും ഇല്ല ചൂടും ഇല്ല. രാത്രി വന്നു കഴിഞ്ഞാ പിന്നെ രാവിലെ അല്ല അത് കടക്കാരൻ ചൂടില്ലാത്ത സാധനങ്ങളാ എടുത്ത് തരുന്നേ. ലാസ്റ്റ് ചൂടാവുക. വ്ളോഗ് ചെയ്തപ്പോ മുപ്പര് ചേച്ചി നമ്മളേതോ വലിയ വ്ളോഗേഴ്സ്. അത് കോടുന്നതാ. നേരെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 9:30 നമ്മള് രാവിലെ 1:30 ആകുമ്പോ ആലുവയിൽ എത്തുന്നാണ് തോന്നുന്നത്. നമ്മളെ കൂടെ വന്നൊരു ചുണ്ണാമ്പാണ്. അവിടെ കയ്യും കെട്ടി ഇരിക്കുന്നുണ്ടോ? നമ്മളൊക്കെ നിലത്തിരിക്കുമ്പോ അവിടുന്ന് കയ്യും കെട്ടിയിട്ട് മറ്റേ കഞ്ചാവ് അടിച്ചാല് മറ്റേ കല്ലാണോ കല്ല് കണ്ടോ? അതെ അതാണ് ചെങ്ങായി. അതെ അത് നമ്മളിരിക്കുന്ന കാണിച്ചുതരാം. ഇതാരോ കൊടുത്ത ലേസ. അതും തിന്നാടെ കുത്തിരിക്കുക. ഒരു ലേസ് കൊടുത്തതാണ്. അപ്പത്തേക്ക് ഓൻ്റെ ആ പാക്കറ്റ് മൊത്തം പിടിച്ചു വാങ്ങി. ആലുവയിലാണ് നമ്മള് ആലുവ സ്റ്റാൻഡിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ആലുവ സ്റ്റേഷനിൽ വന്നിട്ട് പുതിയ സ്റ്റാൻഡ് കോഴിക്കോട് സ്റ്റാൻഡ് ഏതാന്ന് ചോദിക്കുന്ന അങ്ങനെയല്ല സംഭവം. കോഴി കിട്ടുന്ന സ്റ്റാൻഡ് എവിടെയാണ്? സ്റ്റാൻഡിൽ കിട്ടുക കോഴിയുള്ള ഫുഡ് കിട്ടുന്ന സ്റ്റാൻഡ്. ആലുവയില് നിക്കാണ്. ആലുവ സ്റ്റേഷൻ KSRTC സ്റ്റാൻഡിൽ ഇതാ കടയാടികളുടെ ഒപ്പം ആഷിത്.
ആഷിഖ്, ലാൽ, ലാൽ, റോയ്, അമർ, ആമ. മൂന്നാർ ബസ്. ഇത് മൂന്നാർ ബസ് ഒന്നല്ലേ, പറവൂർ ബസ്സാ. അങ്ങനെ പറയണ്ടാ. എന്നാ അങ്ങനത്തെ ഒരു ബസ്സാണ് മൂന്നാർ ബസ്. ഇവിടെയാണ് മൂന്നാർ ബസ് വരേണ്ടത്. എന്താ പറയല്ലോ ഈ കടയുടെ മൂന്നാറിനുണ്ട് ആലുവനെ പറ്റി എന്താ പറയുക? ആലുവയിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത്. എന്നിട്ട് ആലുവ ബസ് കയറിയിട്ട് ആലുവ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്യാമറയുടെ ബാക്കിൽ പറയാൻ ശ്രമിക്കും. ഇങ്ങോട്ട് കൊണ്ടാ നമ്മളിപ്പോ നിക്കുന്നത് ആലുവ ഇവര് ക്യാമറമാനെ ഡിസ്റ്റർബ് ചെയ്യും. അത് ഞാൻ പറയാം. ഇങ്ങോട്ട് അപ്പൊ നമ്മള് എങ്ങനെ ഇരിക്കണം? നമ്മളിപ്പോ നിക്കുന്നത് ആലുവ സ്റ്റാൻഡിലാണ്. നമ്മളിപ്പോ ഇനി അടുത്ത് പോവാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നമ്മളെ മൂന്നാറ് അല്ലെങ്കിൽ ഗവിയാണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. നമ്മളെ അഭിപ്രായമാണ്. ഇവിടുന്ന് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ഗവിയിലേക്ക്. കുമിളിയാണ് ഗവി. പിന്നെ പറവൂരുണ്ട്. പറവൂര് എന്ത് കാണാനാ? തണുപ്പുണ്ട്. നമ്മള് ഹുഡീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ 4 പച്ച നദിയില്. സോ നമ്മള് തണുപ്പിനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മള് ഹുഡീസ് ചേഞ്ച് ചെയ്തത്. അല്ലാണ്ട് പിന്നെ ചൂടാവുന്നതുകൊണ്ട് ടൈഗർ അഷ്റഫാണോ അവർക്ക് അറിയാം. ടൈഗർ ഷ്രോഫിനൊന്നും അറിയില്ല. നമ്മളപ്പോ അടുത്ത വീഡിയോ വരുന്നത് നേരെ മൂന്നാറിനായിരിക്കും. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒട്ടണത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നമ്മള് നേരതാ ചായക്കടയിലേക്ക് പോവാണ്. സാദിഖിന് ഒരു ചായ വേണം. ചായക്കട ചായ വേണം. ചായ വേണോ? ചായ വേണമെന്ന് അറിയണ്ട. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാം. ആണോ? എനിക്കും വേണോ? എല്ലാവർക്കും വേണോ? പേടിച്ചിക്ക അവിടെ. ഇതിനാടാ പേടിച്ചിട്ട് കൊന്നിട്ട് നിങ്ങൾ ഭയാലുക്കളല്ല. എന്ത്? അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാം. അപ്പൊ ചായ കിട്ടി. ചായ അടിപൊളി. ചായയിലൊന്നുമില്ല. കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങാ തോന്നുന്നു ഉള്ളില്. എണ്ണ കുറച്ച് കൂടുതലാണ്. ഈ ബൂസ്റ്റല്ലേ കുടിച്ചേ? തൂക്കി. ഇനി നമ്മൾക്ക് ബസ് കയറിയിട്ട് കാണാം. അതാണ് ബസ് തോന്നുന്നു. നല്ല തിരക്കാണ്. നല്ല തിരക്കില്ലല്ലോ മോനെ. നിന്ന് പോണ്ടി വരും ഇട്ടാടെ വരെ. KSRTC ബസ് കയറിയിട്ട് നല്ല തിരക്കാണ്. നല്ല ക്രൗഡ് ഉണ്ട്. മൂന്നാറിലേക്ക് എത്തുന്നത് കുറെ പേരുണ്ട്. നമ്മൾ ആദ്യം ഒരു 2 മണിക്ക് ഒരു ബസ് വന്നീനി. ആ ബസ്സില് ഫുള്ള് തിരക്കായിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ലായിട്ട് കയറാത്തതാണ്. സൗണ്ട് ഇല്ലാതെ കയറിയപ്പോഴത്തേക്ക് പിന്നെ അതാണ് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഉറങ്ങാം. സീറ്റിലുണ്ട്. ഞാൻ ക്രൗഡ് കാണിച്ചത്. നമ്മളിനി ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ നാളത്തെ ഡേ മൊത്തം ബാഡ് ഡേ ആവും. ബാഡ് ഡേ ആവണ്ട. അതുകൊണ്ട് നമ്മളിന്ന് കിടന്നുറങ്ങും. ബസ്സിൽ നിന്ന് കിടന്നുറങ്ങണം. കഴിയുന്നതും കിടന്നുറങ്ങും. നമ്മളിതാ ഉറങ്ങാൻ പോവാണ്. നമ്മൾ ഉറങ്ങിയിട്ട് മൂന്നാർ എത്തിയിട്ട് അടുത്ത വ്യൂസ് ഒക്കെ കാണിച്ചു തരാം അല്ലേ? ഗുഡ് നൈറ്റ്. ഇപ്പൊ എനിക്ക് നല്ല തണുപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാണിക്കാം. വാട്ട് എ വണ്ടർഫുൾ മൂന്നാർ. ചമ്മന്തിയൊക്കെ വടിച്ചു തീർക്കുക. ഇവിടെ 3 ചമ്മന്തി തൊട്ടിയില്ല. ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ 3 മസാല ദോശ 2 പൂരിക്കും കൂടി എത്രയും 620. ഒരു വടക്ക് വട 23.
അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് വണ്ടി റെന്റിന് എടുക്കാൻ പ്ലാന് ആദ്യം അത് ഫ്ലോപ്പായി. പ്ലാൻ ചെയ്ത് വരിക, അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ വട്ടത്തിൽ നിൽക്കേണ്ടി വരും, ബാക്കിയുള്ള ഒരു വണ്ടിയും കൊണ്ടുപോകണം നോക്കിട്ട്. അല്ലേ പറയാ ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മള് വന്നത്. നമ്മളിനി ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് റെയിൻകോട്ട് ഇട്ട് വട്ടത്തിലും ത്രികോണത്തിലും നടക്കുക, അതേ ഉള്ളൂ. വേറെ ഒരു വഴിയുമില്ല. ഇവിടെ എത്തിയിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നെല്ലിയിലൊക്കെ കണ്ടില്ലേ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ലൈൻ കട്ടായി നിൽക്കുക. അപ്പൊ പിന്നെന്താ ചെയ്യാം, നാട്ടില് വന്നിട്ടില്ല ഏജൻസിനായിട്ട് നടക്കാണ്. അധികം എന്താ ചെയ്യുന്നേ, റേറ്റ് എത്ര എന്നിട്ട് നമുക്ക് ഇവിടെ എടുത്തിടൽ ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ട്രിപ്പ് വർത്താക്കാം. കഴിച്ചപ്പോ നമ്മള് ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബൈക്ക് കിട്ടുമെന്ന് നോക്കിന്, ബൈക്ക് റെന്റിന് ബുക്ക് ചെയ്ത് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാല് കിട്ടൂല, ഉറപ്പാ, 100% ഉറപ്പാ. ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ബൈക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ബസ്സിന് പോകാന്ന് വിചാരിച്ചിരുന്നു. ബസ്സിനും പക്ഷേ ബസ്സിന് പോയാൽ നമുക്ക് ഒരു സ്പോട്ടിൽ ഇപ്പൊ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ബസ്സിന് വൺ സൈഡിൽ എത്ര ആവും, നമുക്കൊരു 40 വെച്ചിട്ട് 160 റുപ്യ ആവും. പക്ഷെ ആ ഒറ്റൊരു സ്പോട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ അവിടുന്ന് പിന്നെ വണ്ടി ചാർജ് 10 സ്ഥലത്ത് പോയി. അതിനെക്കാട്ടും നല്ലത് നമ്മളൊരു ഓട്ടോയിൽ പോവുകയാണെങ്കിൽ 1500 റുപ്യക്ക് 10 സ്ഥലവും ആ ടോപ്പ് സ്റ്റേഷനും ഒക്കെ കൂടെ കണ്ടിട്ട് നമ്മളെ ടൈമിങ്ങിന് ഒരു തിരിച്ച് നമ്മളെ മൂന്നാറിൽ തന്നെ കൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. നല്ലോണം ഉണ്ട്, നല്ല വലിയ നീങ്ങുള്ള വണ്ടി. ഭയങ്കരമായ സ്പീഡിൽ നമ്മളിതാ പോയിട്ട് ബ്ലോക്കൊക്കെ കഴിച്ച് നമ്മള് ഫസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള ഫ്ലവർ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അധികം ഫ്ലവർ ഗാർഡനിൽ 50 ടിക്കറ്റ് 60 റുപ്യ ടിക്കറ്റ്. ചെറിയ കുട്ടികൾക്ക് 30 റുപ്യ. നമുക്ക് നേരെ ഫ്ലവർ ഗാർഡനിലേക്ക് കയറാം. ഇവിടെ ഫ്ലവർ ഗാർഡൻ ഇത്ര ഉള്ളു. അല്ല ഇതല്ല കേട്ടോ, മാറിക്കാം. കഴിച്ചപ്പോ ഇതാണ് നമ്മുടെ ഫ്ലവർ ഗാർഡൻ. കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയാണ്. 240 റുപ്യ ആയിട്ടോ 4 ആൾക്ക്. ഇവിടെ നമ്മളിപ്പോ ഗാർഡന്റെ ഒരു അടിഭാഗത്ത് എത്തിക്കുന്നു. നമ്മൾ കയറിയിട്ട് അങ്ങനെ ഇറങ്ങി വന്നതാ. അതൊക്കെ 240 റുപ്യക്ക് പോത്തല്ലേ? കുഴപ്പമില്ല, അത്ര കുഴപ്പമൊന്നുമല്ല. ഇവൻ കള്ളനാണ്, അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. പുറത്തേ ഇറങ്ങാണ്. ഫ്ലവേഴ്സ് ഗാർഡനിലെല്ലാം കണ്ട് മറ്റേ ഓട്ടോക്കാരെ നമ്മളെ ചവിട്ടി പുറത്താക്കുന്ന ഓട്ടോയിൽ കാരണല്ലേ. നമ്മളെ നയിക്കുന്നത് പാലം, മരം, ഉയർന്ന മല, പടനായകൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫോട്ടോ പോയിന്റ്. രണ്ടാമത്തെ ലൊക്കേഷനാണ് ഫോട്ടോ പോയിന്റ്. ഭയങ്കര ലൊക്കേഷനാണ്, ഫുൾ ക്രൗഡാണ്. ശനിയാഴ്ച നല്ല ക്രൗഡാണ് ഇവിടെ. ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റും ഇല്ല, ഫുള്ള് പോയിന്റ് ഇല്ല. മൂന്നാമത്തെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അതാണ് നമ്മുടെ ഉടൻ തന്നെ junglyrummy.com പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. പാർക്കിൽ വന്നിട്ട് ഇവിടെ എലിഫന്റിനെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നോ അല്ല, എലിഫന്റൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോഗ്രാഫി ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മള് വെറുതെ ടിക്കറ്റ് എടുക്കാണ്ട് പോവുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയില്ല, നമ്മള് ഇങ്ങോട്ട് കയറിയില്ല. നമ്മളൊരു ഗാർഡനിൽ ഓൾറെഡി കയറിയതാണ്. ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നൊക്കെ വേണം ഫോട്ടോ എടുത്ത് പോവാ, ടിക്കറ്റ് എടുക്കാൻ കിട്ടും. ഇതാണ് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ടീ ഫാക്ടറി. അപ്പൊ നമ്മള് നല്ലൊരു ചായ കുടിക്കാൻ പോവാണ്. നമ്മളിതാ ടീ ഫാക്ടറിയിലെത്തി. ഉള്ളതാണ് ടീ ഫാക്ടറി. നല്ല ചായന്റെ മണം ഇങ്ങനെ അടിച്ചു കയറിണ്ട്. ഈ തണുപ്പത്തെ ഒരു ചായ കുടിക്കാൻ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ലതാ. ഇതാ അവിടെ നിന്ന് നമുക്ക് ഒരു 10 റുപ്യ ഉള്ളു ചായ തോന്നുന്നു. ചായന്റെ പ്രൈസിന് കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലേ? 30-50 കാണും. 10 റുപ്യ പ്രതീക്ഷിച്ച് വരണം കൊണ്ട് എല്ലാതും ഉണ്ട്. മസാല ചായ, ഏലക്കായിട്ട് ചായ അല്ലാണ്ട് 30 റുപ്യാണ് സ്റ്റാർട്ടിങ് കിട്ടും. ഞാൻ ഏലക്കായിട്ട് ചായ കുടിക്കായിരുന്നു. ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞത്. ഇതാണ് കാടമത്തിന്റെ ചായ. അതായത് ഏലക്കായിട്ട് ചായ. നല്ല ചായ. അത് ലൈൻ കട്ട്.
അപ്പൊ നമ്മളിതാ മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്തുള്ള ഒരു മറ്റേ നമ്മളെ ഉത്സവപ്പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ കുറെ സാധനങ്ങൾ വിൽക്കണേ അതേമാതിരി ഒരു സ്ഥലത്താണ് ഇവിടെ. അതിന്റെ അടുത്ത് തന്നെ അതൊരു ഡാൻഡലി സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമുണ്ട്. ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരാൾക്ക് എത്ര 2 പേഴ്സണിന് 400 റുപ്യാണ് ഇവിടെ ചാർജ് ചെയ്യണവര്. ഇതേമാതിരി ഒരു ചെറിയ ബോട്ടിൽ ഇവിടെ ഇങ്ങനെ കറങ്ങി കൊണ്ടുവരും. അത്രേ ഉള്ളൂ മെയിനായിട്ട് സംഭവം ഇവിടെ അല്ലേ. വേറൊന്നുമില്ലല്ലോ. അപ്പുറത്തേക്ക് നല്ല യൂസ് ചെയ്യും. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാം. അപ്പൊ നമ്മള് നേരത്തെ നിന്ന് ആ ഉത്സവപ്പറമ്പിൽ നിന്ന് കുറച്ച് നേരെ മുന്നിലേക്കുള്ള ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് നമുക്ക് മല കയറാം. ഒരു കാട്ടിലേക്കുള്ള ഒരു വഴി. കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടേക്കൊന്നും വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും കേറി നടന്ന് വന്നിക്കുന്നു. പക്ഷെ എന്തൊക്കെയായാലും ബോത്ത് അയക്കുന്നു ഇവിടെ വരെ വന്ന്. ഇവിടെ നല്ല പ്ലാസ്റ്റിക് ഉണ്ട്. ആരൊക്കെയോ പ്ലാസ്റ്റിക് ഇടുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ആയാലും ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ പ്ലാസ്റ്റിക് ഇടാതിരിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് മറ്റേ എത്ര കുപ്പികളെന്ന് അറിയാം കണ്ടോ. ആ ഇവിടെയൊക്കെ എത്ര കുപ്പികളും ഇതൊക്കെ ക്ലീൻ ആക്കണമെന്നുണ്ട്. ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കും നമ്മളെ ചവിട്ടും. കളിക്കുന്നെങ്കിൽ അത് ജയിക്കാനായി മാത്രം. അണ്ണന് ബൊട്ടാണി എന്താ ഫ്ലവർ ഗാർഡനിൽ കയറിയിട്ട് നമ്മള് ലേറ്റ് ആയി ഇറങ്ങിയ നമ്മളെ ചീത്താറിഞ്ഞതാ. വേണ്ട ഇതാ ഇവിടെ ഉണ്ട് കഴിഞ്ഞിട്ടോ. ഇനി അവിടെ ഒരു തുള കാണുന്നുണ്ട്. ആ തുളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങലുണ്ടാവും. നമ്മളതുകൊണ്ട് എന്തൊക്കെയായാലും സാധിക്കിന്റെ അടുത്തേ പോവാ അല്ലേ. പോവല്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ഉത്സവം മാറ്റ സ്ഥലം അതാണ് അല്ലേ. നമ്മളെ ഉത്സവപ്പറമ്പിലൊക്കെ സാധനം വെക്കുന്ന ഇത് അവിടെ കുറെ സാധനങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടെങ്കിൽ മാട്ടുപ്പെട്ടിയിൽ വന്ന് വാങ്ങാലേ. മൂന്നാറിന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. കുറെ കടകളുണ്ട്. ഇതാ കണ്ടില്ല എന്താണ് ബലൂൺ ഷൂട്ടിങ് ഒക്കെ എന്തൊക്കെയൊക്കെ മത്സരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മളിതാ എക്കോ പോയിന്റിൽ എത്തിക്കുന്നത്. എക്കോ പോയിന്റ് അല്ലേ? എക്കോ പോയിന്റ് ഇപ്പോൾ എക്കോ പോയിന്റിൽ വന്നിരിക്കുന്ന ജനസാഗരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനസാഗരം എല്ലാം എക്കോ ഇടാൻ വേണ്ടി വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇവിടെ ബോട്ടിംഗ് ആണ് മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ എക്കോ ഒക്കെ അവിടുന്ന് തിരിച്ചു വരുന്നില്ല. ഇട്ട സൗണ്ടൊന്നും തിരിച്ചു വരുന്നില്ല. നമ്മൾ എക്കോ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചു ഓടുമ്പോ സൗണ്ട് കേൾക്കണം. അത് അലറിക്കൊണ്ട് ഓടും. അത് ഞാനേ സൗണ്ട് മാറ്റി സംസാരിച്ചാലോ. ഹലോ അനുവാടി പോടാ വല്ല പണിക്കും പോടാ. പണിക്ക് പോയിട്ട് 4 കാശും ഉണ്ടാക്കും. അമറാടി ഞാൻ എന്റെ ഏറ്റവും മോശം ടൈമില് എല്ലാരും സൂ കിട്ടിയില്ല തോന്നടാ. ആ പറയും നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്റെ തൊണ്ട പോയി. ഗൈസ് നമ്മളെ സൂ മാത്രം ഇക്കില്ല. മഹാനടാ മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. വേണം മോനെ. എങ്ങനെടാ சிங்கத்தை போட்டோல பாத்திருப்ப, சினிமால பாத்திருப்ப, டிவில பாத்திருப்ப, ஏன் கூண்டுல கூட பாத்திருப்ப. ഗംഭീരമാ കാട്ടില നടന്ന് പാത്തിരിക്കാ. നമ്മളെ എക്കോ പോയിന്റ് നിന്റെ എക്കോ മാത്രം കിട്ടിയിട്ട് ബാക്കിയുള്ള അമറിന്റെ എല്ലാരെയും കടയാടികൾ ആടിപ്പോയി. എന്റെ എക്കോ മാത്രം കിട്ടി. അപ്പൊ നമ്മൾ അടുത്തത് എങ്ങോട്ടാ പോണേ? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഇതൊക്കെ നമ്മളെ ലിസ്റ്റിലുള്ള സാധനങ്ങളായിട്ട് നമ്മൾ കയറ്റി വിടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ടൈമില്ലാതാ.
രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ട്രിപ്പിന് എൻജോയ് ചെയ്യാൻ വന്നതാ കടിയാടികൾ. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇതാണ് ടോപ്പ് സ്റ്റേഷനിലുള്ള വ്യൂ. മസ്റ്റ് കമ്മാണ്. ഇവിടെ എന്തൊക്കെ ആയാലും വരണം. അതാണ് കുലുക്കുമലി. അവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ, ആ ഭാഗത്ത് മൊത്തം അങ്ങോട്ട് തമിഴ്നാടാണ്. കമ്പം, മധുരൈ ആ ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഫുള്ള് തമിഴ്നാട്. നമ്മളെ കേരളമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് താഴത്തുനിന്ന് ഇവിടുന്ന് താഴെ വരെ പോവാം. താഴെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴുള്ള വ്യൂ ആണിത്. നല്ല രസമുള്ള സ്ഥലമാട്ടോ, കൊള്ളാം. എന്തൊക്കെയായാലും അമറും നബീലും അവിടെ ഉണ്ട്. സാധിക്ക് അവിടുന്ന് വേറെ വ്ളോഗ് എടുക്കുന്നുണ്ട്. അവൻ വേറെ വ്ളോഗ് ചാനൽ തുടങ്ങാൻ തോന്നുന്നു. ലണ്ടനിലാണുള്ളത്. ബാക്കിൽ നിങ്ങൾക്ക് ഭൂമി കാണാം. ഇപ്പൊ വന്നിട്ട് 1 മണിക്കൂറായി. ഓക്സിജന്റെ ചെറിയൊരു പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി സ്ഥലമാട്ടോ. എന്തെങ്കിലും ടോപ്പ് സ്റ്റേഷനിൽ വരാണ്ട് നിങ്ങൾ മൂന്നാറിൽ വന്നിട്ട് പോയത് അവിടെ കണ്ടോ ഇങ്ങനെ മല? അവിടെ ഇങ്ങനെ ആരും എന്തോ സിക്സാഗ് മാതിരി വരച്ചാരി കണ്ടോ? സൂം ചെയ്തിട്ട് കണ്ട് ഇവിടെ കണ്ടോ? എങ്ങനെ ഏലിയൻ വരച്ചത്? ഏലിയൻ തന്നെന്തോ സിഗ്നലാ. കറക്റ്റ് പേര് മനസ്സിലായ കൊളേട്ടാന്നാണ് ഇല്ലേ? കൊളേട്ടാന്നല്ലേ ഇതിന് പറയാ? കൊളേട്ടേന്ന് വിളിച്ചു തിരിഞ്ഞു നോക്കണ്ട. കൊളേട്ട മോനെ ആ സാധിക്കേട്ടാന്ന് എന്തോ അതാ ഇവിടെ 2 ഇതാ ഇങ്ങനത്തെ അട്ടകൾ ഉണ്ടാവും ഇവിടെ. നോക്കി വന്നോണ്ട് പാന്റിന്റെ ഉള്ളിൽ കേറി ഇരുന്ന് കടിക്കും. കുണ്ടലായി ലേക്കിലേക്ക്, കുണ്ടലായി അങ്ങനെ എന്തോ ഒരു ലേക്ക് ഉണ്ട്. ഇനി അവിടേക്കാണ് പോയത്. കുണ്ടലായി ഡാമോ എന്ത് കോവയ്ക്ക മൊണ്ണേടാ അങ്ങനെ കേട്ടോ. രണ്ടും കൂടി മിക്സ്ഡാ, ലേക്കും ഡാമും കൂടി. അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. ശരിക്കും പാക്കേജില് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മള് ടോപ്പ് സ്റ്റേഷനിലേക്ക് വരേണ്ടത്. ബട്ട് അവിടെ എന്തായാലും ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് കുറെ അരമണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞ് നടന്നു പോകാൻ കഴിയില്ല, ഓട്ടോ തന്നെ പോകണം. അതുകൊണ്ട് എന്തായിരിക്കും നമ്മള് ലാസ്റ്റുള്ള ഡെസ്റ്റിനേഷനായ ടോപ്പ് സ്റ്റേഷൻ നമ്മൾ ആദ്യം പോയി. എന്നിട്ട് ഇനി അടുത്തങ്ങോട്ട് പോകുന്നു കുണ്ടലായി. ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട വെച്ചാല് നല്ല അട്ടശല്യം ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ കുണ്ടായി ഡാം ഇതാണ്. അവിടെ എത്തിക്കുന്നത് നമ്മള്. അവിടുന്ന് ഇതാ കൊറേ കടയാടി കൊരങ്ങന്മാരുണ്ട് അവിടെ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. ഇവന്മാര് വെറുതെ നമ്മളെ ഐസ്ക്രീം എടുത്ത് കൊണ്ടുപോയി. ഐസ്ക്രീം എടുത്ത് ഗുണ്ടായിസാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഗുണ്ടായിസ് ഒരുത്ത ദേഷ്യപ്പെടാ നമ്മളേക്ക്. പിന്നെ അമ്മറ് പിന്നെ നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഇതാണ് നമ്മളെ കുണ്ടായി ഡാം. ഇതാണ് ഡാം. ഓക്കെ, ഈ ഡാമിൽ നിന്ന് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലേക്ക് ഉണ്ട്. ലേക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളെ ഓട്ടോക്കാരന് ഭയങ്കര ധൃതി. 30 രൂപയ്ക്ക് ഐഫോൺ, 50 രൂപയ്ക്ക് കാർ, പിന്നെ കൈ നിറയെ പണം. വരുമ്പോ എന്തൊക്കെയായാലും ഇങ്ങനെ ഓട്ടോ വിളിച്ച് വരുന്നതിനെക്കാട്ടും നല്ലത് പ്രൈവറ്റ് വണ്ടിയിൽ വരുന്നതാണ് കൂടുതൽ. കുറച്ചും കൂടി നമ്മള് വരാണെങ്കിൽ ഒരു കാറിലോ അല്ലെങ്കിൽ ജീപ്പിലോ കുറച്ചും കൂടി സുഖം അതാണ്. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ ഓട്ടോ കയറിയിട്ട് നമുക്ക് കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാം. അപ്പൊ നമ്മളിതാ ഓട്ടോന്ന് നേരെ ഇറങ്ങിയിട്ട് മാപ്പ് നോക്കിയിട്ട് നമ്മളിതാ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. നമ്മള് രണ്ടാളും ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ആലുവ. ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് പോയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങണം. അപ്പൊ നമ്മള് ട്രെയിനിൽ കയറിയിട്ട് എല്ലാരും നിലത്തിരിക്കാണ്. വെറുതെ ആർക്കും ദ്രോഹില്ലാത്ത ചെറിയൊരു ഇറച്ചി കഷ്ണം ഒടിക്കാനേ. നവീൻ ഉറങ്ങി. അമറിന് സീറ്റില്ല. അമറിന് ആരും മൈൻഡും ആക്കില്ല. ഇവനെ കണ്ടോ? ഇവനെന്തോ കുഴപ്പമുള്ളതാ, മാനസിക രോഗമോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവന്. കണ്ടോ? വീഡിയോയില് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ള കാര്യം. ഒരു പൊട്ടനായിട്ട് സങ്കല്പിച്ചു നോക്ക്. കണ്ടോ? മണ്ടേ. You don't know who I am. മണ്ട ചെങ്ങായിയവേ. പൊട്ടത്തരങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ.
നോക്കണില്ലേ കുറുക്കെ ഗൈസ്. അപ്പൊ നമ്മള് ഇതാ വീട്ടിലെത്തിയിട്ട് ചത്തുക്കുന്ന് അമർ ചത്ത് സാദിക്ക് ചത്ത് മോള് ചത്ത് ഓൾറെഡി ചത്തെടുക്കാം. നമ്മള് കിടന്നുറങ്ങ കൊയ്ഞ്ഞ് ഇനി ഒന്നിനും വയ്യ. ഈ മൂന്നാർ ട്രിപ്പ് നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. പറയല്ലേ, അതായത് നല്ല മഴയുള്ള സമയത്ത് നിങ്ങൾ പോകരുത്. മയത്ത് പോവുകയാണെങ്കിൽ മയത്ത് പോവാ, പക്ഷെ മയത്ത് പോയില്ലെങ്കിൽ മയത്ത് പോണ്ട. നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം ബ്ലോക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് ചെയ്യണം. ഏത് സാറ്റർഡേ സൺഡേ ഫ്രൈഡേ അങ്ങനത്തെ നോക്കി പ്ലാനിങ് ചെയ്യണം. പ്ലാൻ ചെയ്താലും ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ബ്ലോക്കിൽ കഴിച്ചിലാവും നമുക്ക് തോന്നില്ല. അവിടെ ഫുള്ള് ബ്ലോക്കാണ്. വിളിച്ച് പോവാണ്ടിരിക്കാം. ഒന്നെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോവാ, അല്ലെങ്കിൽ റെന്റിന് ബൈക്ക് ഓൾറെഡി ഫ്രീ ബുക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ പറഞ്ഞാൽ ഫുഡ് പറഞ്ഞാൽ ഭയങ്കര നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. ചോദിച്ചിട്ട് കഴിക്കുക ഫുഡ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ എന്താ കാണാനൊക്കെ എന്തൊക്കെ അതിലുണ്ട് ചുറ്റിലും വ്യൂ തന്നെ. കൊരങ്ങന്മാരെ ശ്രദ്ധിക്കുക. കൊരങ്ങന്മാര് ഗുണ്ടകളാവട്ടെ, അനാഥരാണ്, ഗുണ്ടകളാണ്, കൊന്നു കളയാൻ തോന്നുന്നു. ഐസ്ക്രീം ഒക്കെ കടിച്ചു പഠിച്ചു കൊണ്ടുപോകും അടികള്. പിന്നെ സൂക്ഷിക്കണ്ടേ. പിന്നെ എക്കോ പോയിന്റിൽ എക്കോ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങോട്ട് പോയ എക്കോ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാവും. നല്ലോണം പോയിന്റില് വെച്ച് പോയിന്റില് സൂ ഇട്ടിട്ട് കാര്യമില്ല. സൂടാറിനോരിട്ടാലും കാര്യം. എല്ലാത്ത ആൾക്കാരും ഞാൻ കൂട്ടിയില്ലല്ലോ, ഞാൻ കൂയിട്ടില്ല. പോയിരുമ്പോ വരും. അല്ല കുയിക്കുക, ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇത്ര ഉള്ളു വീഡിയോ. ഒരാള് ബസ് കളിക്കാൻ നമ്മളിതാക്കാൻ പാടില്ല. ലൈൻ കെട്ടാൻ പണ്ടേ. അപ്പൊ എല്ലാരും കട്ടായി. അപ്പൊ എന്താ പോയില്ല. അടുത്ത വീഡിയോയില് കാണല്ലേ.